ഓക്കെ സുഹൃത്തുക്കളെ, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ആ ജോലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി ഓടിക്കണ ജോലിയാണ്. ഈ ലോറിയുടെ അകത്ത് ഫുള്ള് മെറ്റലാണ്. അപ്പോൾ ഈ മെറ്റലൊക്കെ ഒരു വില്ലേജിൽ കൊണ്ടുപോയി ഇറക്കണ വഴിയിൽ ഇതിൽ മെറ്റലല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇതിൽ ഫുള്ള് മദ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അത് പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് പോലീസൊന്നും കാണാതെ വേണം പെട്ടെന്ന് വില്ലേജിലെത്തിക്കാൻ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കും. അതുകൊണ്ട് ആരും കാണിക്കാതെ കൊണ്ടുപോവാം. ഇതിൽ ഫുള്ള് മദ്യത്തിൻ്റെ സാധനങ്ങളാണ്. പോലീസ് കണ്ടാൽ എന്തായാലും അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വില്ലേജിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. വില്ലേജിലേക്കാണെങ്കിൽ അത്രയ്ക്ക് ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോവാം. പോലീസ് കണ്ടാൽ പെട്ട്, പോലീസ് കാണാത്തത് ഭാഗ്യം. പോലീസ് എങ്ങാനും കണ്ടിരുന്നെങ്കിൽ പെട്ടേനെ. ഗായ്സ്, പണി കിട്ടി. മുമ്പിൽ പോലീസ് നമ്മളോട് ഇറങ്ങാൻ പറയുന്നുണ്ട്. പോലീസ് കണ്ട ഇവിടെ ആകെ ബ്ലോക്കാക്കിയിട്ടേക്ക. ഈ ട്രാക്ടറുകാരെന്താ കാണിക്കണേ? ഇറങ്ങിക്കങ്ങട്ട്. ഹലോ സാർ, എൻ്റെ അടുത്തുകൊണ്ട് കണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഞങ്ങളെ വെടിവെക്കാറായോ? ഇയാള് കണ്ടത് എന്നെ വെടിവെക്കുന്നത്? ഇയാൾക്കെന്താ പ്രാന്തായ? ഇവനൊന്നും വെറുതെ വിട്ടാൽ ശരിയാവൂല. എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇവന്മാരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമല്ല. ഓടിക്കോ. ഒരു മിനിറ്റ്, ഒരു പരിപാടിയുണ്ട്. അയ്യോ, ഒരു മിനിറ്റ്. ഇതോടൊന്ന് രക്ഷപ്പെടാം. എനിക്കൊരു പോലീസിനും പേടിയില്ല. അയ്യോ, എൻ്റെ ട്രക്ക് കത്തിപ്പോയല്ലോ. ഇറങ്ങ്. അയ്യോ, പിന്നെ എന്താ ചെയ്യാ? ഗൈസ്, ഞാൻ എങ്ങനെയൊക്കെയോ ഓടി പോലീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നേക്കാം. ആ മദ്യമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഭാഗ്യത്തിന് കത്തിയില്ല, പക്ഷെ എൻ്റെ ലോറി കത്തിപ്പോയി. തൽക്കാലം ഒരു കാര്യം, ആ മദ്യമൊക്കെ ഈ കാറിൽ കയറ്റാം, എന്നിട്ട് നമുക്ക് വില്ലേജിൽ കൊണ്ടുപോയി ഇറക്കാം. ഓക്കെ, ഞാൻ ആ മദ്യമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി പോവാം, നേരെ വില്ലേജിലേക്ക് വിട്ടോ. ഈ പോലീസ് കണ്ടാൽ വീണ്ടും പണി കിട്ടും. ഈ ബസ്സുകാരെന്താ കാണിക്കണേ? മനുഷ്യനാകെ സമയമില്ലാത്തൊരു സമയത്താണ് ഇയാളെന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ പോലീസ് വരും. അയ്യോ, ഈ പോലീസുകാർ ഇത്ര പെട്ടെന്ന് അറിഞ്ഞ? എൻ്റെ പിന്നിലൊരു പോലീസ് ജീപ്പ് വരുന്നു. പോളയറോ. പണി കിട്ടി സുഹൃത്തുക്കളെ, പണി കിട്ടി. വേഗം വില്ലേജിലേക്ക് കിട്ടോ. ഇവിടെ ട്രെയിൻ ഉണ്ടോ? ട്രെയിനിൽ പോയാലോ? ട്രെയിനിൽ വില്ലേജ് എത്തുമെന്നാവോ? അല്ലെങ്കിൽ വേണ്ട, ട്രെയിനിൽ പോകണ്ട. ട്രെയിനിൽ പോയാൽ സമയമാകും. കാരണം ഈ ട്രെയിൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇത് എടുക്കുള്ളൂ. അപ്പോഴേക്കും കുറേ സമയം പോകും. കാറിൽ പോവാം. റോഡിൽ തന്നെ പോകണമെന്ന് എന്താ നിർബന്ധം? ഓഫ് റോഡ് പോയി. എന്തായാലും പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ മതി. എങ്ങനെയെങ്കിലും പോലീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അതെ, വീണ്ടും പോലീസ്. ഇതാണ് വില്ലേജിലേക്കുള്ള വഴി. എന്തായാലും ഈ വഴി കൂടെ ഇങ്ങോട്ട് നേരെ വില്ലേജിൽ പോയിട്ട് ഈ ഓർഡർ ഒന്ന് ഡെലിവറി ചെയ്യണം, ഇല്ലെങ്കിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവരും. പെട്ടെന്ന്. ഞാൻ വില്ലേജ് എത്തിയിട്ടുണ്ട്. ഈ വില്ലേജിൽ ഒരു വലിയൊരു പശുവിൻ്റെ ഷെഡുണ്ട്. അവിടെ പക്ഷെ പശുവൊന്നും ഇല്ല. അത് പശുവിൻ്റെ ഷെഡാന്ന് പറയാൻ പറ്റില്ല. ഒരു പ്ലെയിനൊക്കെ നിർത്തിയിടുന്നൊരു സാധനം, ഒരു വീട് പറ്റ. ഇതന്നെ. ഇവിടെ വേണമൊക്കെ ആ മദ്യമൊക്കെ ഇറക്കി വിടാൻ. ഇവിടെ ഒരാളുണ്ടാവും, ആൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇയാൾക്ക് ഈ മദ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പോവാം, ഇല്ലെങ്കിൽ പോലീസ് ഇവിടുന്ന് പോവില്ല. എനിക്കൊരു സ്റ്റാർ വാണ്ടഡ് ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, എല്ലാം പറഞ്ഞ പോലെ ശരി. എന്നാൽ ഞാനങ്ങനെ അവൻ ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുക. ഇത് ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാണ്. വീണ്ടും പണി കിട്ടി. മുമ്പിൽ പോലീസ് ജീപ്പ്, ഈ സൈഡിലും ബാക്കിലൊക്കെ പോലീസ് ജീപ്പ് ഉണ്ട്. ഇവിടെ പോലീസുകാരും ഉണ്ട്. ഞാൻ പെട്ട്. ഓക്കെ ഗൈസ്,
എന്നെ പോലീസുകാർ അങ്ങനെ ജയിലിൽ കൊണ്ടുപോയി ഇട്ടേക്കുക. ഇവിടെയാണെങ്കിൽ ജയിലിൽ കിടക്കാൻ ഒരു സുഖമില്ല. എൻ്റെ അടുത്തൊരു ചങ്കിൻ്റെ നമ്പറുണ്ട്. തൽക്കാലം ആ ചങ്കിനെ അങ്ങ് വിളിക്കാം. ആ ചങ്ക് വന്നിട്ട് ഈ ജയിൽ കുത്തി പൊളിച്ചിട്ട് എന്നെ എന്തായാലും രക്ഷപ്പെടുത്തും. നല്ല ഉറപ്പുണ്ട്. എന്തായാലും ചങ്കിനെ വിളിക്കട്ടെ. അങ്ങനെ എൻ്റെ ചങ്ക് വന്നിട്ടുണ്ട്. എടാ രാഹുലേ, ഇതൊന്ന് കുത്തി പൊളിച്ച് തുറന്ന് കാണാ, എന്നെ രക്ഷപ്പെടുത്തി. ഓണോ ഞാൻ തുറന്നു തരാം. ഹാവൂ, എൻ്റെ ചങ്ക് അങ്ങനെ ഈ ജയിലിൽ കുത്തിപ്പൊളിച്ച് തുറന്നുണ്ട്. ഇനി പോലീസുകാരെ ജീവനോടെ വിട്ടാൽ ഒട്ടും നന്നല്ല. ഈ പോലീസുകാരെ ജീവനോടെ വിടുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഇവരുടെ മരണം ഞാൻ ഇപ്പം നടത്തിത്തരാം. വണ്ടിക്കോ, നീ ഇവിടെ നിൽക്കണ്ട. എൻ്റെ വണ്ടി പോലീസ് പിടിച്ചേക്കുക. എടാ രാഹുലെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എൻ്റെ വണ്ടി കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ചാച്ച ബൈ ബൈ ചെയ്യും.